ഉണ്ടായിരുന്നില്ല. അതേ അവസരത്തിൽ 120 വർഷക്കാലം ഈ രാജ്യത്തിനെ ഭരിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ കടന്നു വന്നപ്പോ തീർച്ചയായും ഇവിടെ ഒരുപാട് പ്രശ്നസങ്കീർണമായ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. രണ്ട് മുഖങ്ങളായിട്ടാണ് ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നത്. ഒരു മുഖം നമുക്കറിയാം, ഈ രാജ്യത്തെ സാമ്പത്തിക ഘടനകളെയും അതുപോലെ തന്നെ വ്യവസായ ഘടനകളിലും കൈവച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ കൈവിടലാക്കാനുള്ള ഒരു കാഴ്ചപ്പാടുമായാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ രാജ്യത്തേക്ക് കടന്നു വന്നതെങ്കിൽ, രണ്ടാമതായി അവരുടെ മറ്റൊരു മുഖമായിരുന്നു അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾ. ബ്രിട്ടൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ അവരുടെ തത്വസംഹിതയായിരുന്ന ജൂത ക്രൈസ്തവ വർഗത്തിന് ആധിപത്യം സൃഷ്ടിക്കുക എന്ന മറ്റൊരു മുഖവുമായിട്ടാണ് ഈ രാജ്യത്തിലേക്ക് അവർ കടന്നു വന്നത്. അവരെ കടന്നു ചെല്ലുകയും അവർ അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ നമുക്കറിയാം, ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിച്ചിരുന്ന ഇന്ത്യയിലെ രണ്ട് ഘടകങ്ങളാണ് മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരന്മാരും. ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷിന്റെ അധിനിവേശത്തിനെതിരെ പടപൊരുതുകയും ആ പടപൊരുതലിനിടയിൽ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ പടപൊരുതുകയാണെങ്കിൽ ബ്രിട്ടീഷിന്റെ സാമ്രാജ്യത്തിൽ നഷ്ടപ്പെടുമെന്ന ബോധത്തോടുകൂടി തന്നെ ഇവിടെയുള്ള മതങ്ങൾക്കിടയിൽ